ഹലോ നിതിൻ അംബുജൻ, ഇന്ത്യ ഗേറ്റില് തണുപ്പൊക്കെ എങ്ങനെ? എന്റെ നിതിൻ അംബുജൻ, തണുപ്പിന്റെ അവസ്ഥ എങ്ങനെയാണ് അവിടെ? കഴിഞ്ഞ ആഴ്ച ഓക്കെ ഹാഷ്മി വിജയകുമാർ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എന്തായാലും കടുത്ത തണുപ്പാണ് ഡൽഹിയിലുള്ളത്. പക്ഷേ ഈ തണുപ്പിനെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇവിടെ ന്യൂ ഇയറിനെ വരവേൽക്കാനുള്ള എല്ലാ ആവേശത്തിലും ഇവിടെ ഒത്തിരി പേർ ഇവിടെ എത്തിയിരിക്കുന്നു. ഞാനിപ്പോൾ ഇന്ത്യ ഗേറ്റ് പരിസരത്താണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇന്ത്യ ഗേറ്റ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം. ഇതിന് പരിസരത്തായി തന്നെ ആളുകൾ ഒത്തുകൂടാറാണ് പതിവ്. ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഒരു ന്യൂ ഇയർ ആഘോഷത്തിന്റെ സ്പോട്ടുകൾ എന്ന് പറയുന്നത് ഇന്ത്യ ഗേറ്റ് പരിസരവും മറ്റൊന്ന് കൊണാട്ട് പ്ലേസുമായിരുന്നു. ഇപ്പോൾ എന്തായാലും ഈ ഇന്ത്യ ഗേറ്റ് പരിസരത്ത് നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു 11 മണി വരെ ആളുകൾ ഇങ്ങനെ ഇവിടെ ഒത്തുകൂടും. പലപ്പോഴും സായാഹ്നങ്ങളിൽ ആളുകളെല്ലാം തന്നെ ഇന്ത്യ ഗേറ്റ് പരിസരത്ത് വരാറുണ്ട്. പക്ഷേ ഇന്ന് ന്യൂ ഇയർ ആണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ഒരു ആഘോഷം ഈ ഒരു പരിസരത്ത് ഉണ്ടാകും. കുടുംബസമേതം ആളുകളെല്ലാം തന്നെ ഡൽഹിക്ക് പുറത്തുനിന്നുള്ള ആളുകളും ഇവിടെ വന്ന് ആഘോഷിക്കാറാണ് പതിവ്. തൊട്ടപ്പുറമുള്ള കൊണാട്ട് പ്ലേസിലും ഇതിനേക്കാൾ വിപുലമായ ആഘോഷം നടക്കും. അത് രാത്രി അല്പം വൈകിയാകും ആഘോഷം ഉണ്ടാവുക. പക്ഷേ ഒരു കാര്യം, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ രാത്രി ഏറെ വൈകി, ഏതാണ്ട് ഒരു 12 മണിക്ക് ശേഷമൊന്നും ആഘോഷമൊന്നും തന്നെ ഇവിടെ ഉണ്ടാകാറില്ല. കാരണം നമുക്കറിയാം, രാജ്യ തലസ്ഥാനമാണ്. അതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെ പോലീസിന് ഒരുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 11 മണിക്ക് ശേഷം ആളുകളെല്ലാം തന്നെ ഒഴിപ്പിക്കാനാണ് പോലീസ് തീരുമാനം. അതുമായി ബന്ധപ്പെട്ട നടപടികൾ എന്തായാലും പോലീസ് സ്വീകരിക്കും. ഇപ്പോൾ ഈ കർത്തവ്യപഥത്തിലെല്ലാം തന്നെ ആളുകൾ ഇങ്ങനെ ഒത്തുകൂടി ഏതാണ്ട് ഈ പുതുവർഷത്തെ വരവേൽക്കാനുള്ള എല്ലാ ഒരു തയ്യാറെടുപ്പിലാണ് ആളുകളുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഡൽഹി മാത്രമല്ല, ഡൽഹിക്ക് പുറത്തുള്ള ആളുകളും ഇവിടേക്ക് എത്തി പുതുവർഷത്തെ ആഘോഷിക്കാറുണ്ട്. നമുക്കറിയാം, കുടുംബസമേതം ആളുകൾ എത്തി ഇവിടുന്ന് പുതുവർഷം ഇവിടെ ആഘോഷിക്കാറാണ് പൊതുവെ ഡൽഹിയിലെ പതിവ്. എന്തായാലും രാത്രി 11 മണിക്ക് ശേഷം ഈ കാണുന്ന ആളുകളെല്ലാം തന്നെ കുറയും. കാരണം പോലീസിന്റെ കടുത്ത നിയന്ത്രണം ഡൽഹിക്ക് ചുറ്റുമുണ്ട്. നമുക്കറിയാം, കൊണോട്ട് പ്ലേസിലും സമാനമായി തന്നെ റെസ്റ്റോറന്റുകൾ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചും തത്സമയ നിശാ പരിപാടികൾ സംഘടിപ്പിച്ചാണ് പൊതുവെ ഡൽഹിക്കാർ എന്തായാലും പുതുവർഷത്തെ ആഘോഷിക്കുന്നത്. മറ്റ് ആഘോഷ പരിപാടികൾ ഇക്കുറിയില്ല. നമുക്കറിയാം, മൻമോഹൻ സിംഗിന്റെ വിയോഗം, ഇതിനെ തുടർന്ന് ദേശീയ ദുഃഖാചരണമായി പ്രഖ്യാപിച്ച സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത്തരം ചില ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതിനാൽ വലിയ ആഘോഷങ്ങളില്ല. പക്ഷേ ആളുകളെല്ലാം തന്നെ ഡൽഹിയിലെ കൊണാട്ട് പ്ലേസിലും ഇന്ത്യ ഗേറ്റ് പരിസരത്തും ഒത്തുകൂടി ആഘോഷിക്കാറാണ് പതിവ്. നടന്നു കിടന്ന ആൾക്കാരുടെ മുകളിലങ്ങ് പോയി വീഴരുത്. ഓക്കെ താങ്ക് യു നിതിൻ അംബുജൻ. ഇന്ത്യ ഗേറ്റിൽ നിന്നായിരുന്നു നിതിൻ അംബുജൻ ചേർന്ന്. നല്ല ഒന്നാന്തരം തണുപ്പാണ് അവിടെ. മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച ഇവൻ പോത്തൻകുഴി റോഡ് ശരിയെന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പൊ അവിടെ പോത്തൻകുഴി അവിടെ റോഡ് മൊത്തം പ്രശ്നമാണ്. ചാറിയാണെന്ന് പറഞ്ഞു അവിടെ പോയി